അന്താരാഷ്ട്ര തീരദേശ ശുചീകരണവുമായി ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ലോകത്തിലെ വിവിധ ബീച്ചുകളിൽ വർദ്ധിച്ചുവരുന്ന മലിനീകരണത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനായി നടത്തിയ തീരദേശ ശുചീകരണ യജ്ഞം പെട്രോളിയം ടൂറിസം വകുപ്പ് മന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ ഓയിൽ സഹകരണവുമായി ഏകോപിപ്പിച്ചുകൊണ്ട് ഫോർട്ട് കൊച്ചി, വൈപ്പിൻ, കുഴുപ്പള്ളി, ചെറായി എന്നിവിടങ്ങളിലാണ് കോസ്റ്റ് ഗാർഡ് ശുചീകരണ യജ്ഞത്തിന് നേതൃത്വം നൽകിയത്. ദക്ഷിണേഷ്യൻ മേഖലയിലെ യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റ് പ്രോഗ്രാമിന്റെയും സൗത്ത് ഏഷ്യ കോഓപ്പറേറ്റീവ് എൻവയോൺമെന്റ് പ്രോഗ്രാമിന്റെയും ആഭിമുഖ്യത്തിലാണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഇന്ത്യയിലെ എല്ലാ തീര സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും അന്താരാഷ്ട്ര തീരദേശ ശുചീകരണ ദിനം ആചരിക്കുന്നത്. പ്രകൃതിക്കും പരിസ്ഥിതിക്കും മൊത്തത്തിൽ വൃത്തിയും പച്ചപ്പും കൊണ്ടുവരാനുള്ള വാഗ്ദാനമായി എല്ലാ വർഷവും സെപ്റ്റംബർ 3-ാം ശനിയാഴ്ച ഈ ദിനം ആഘോഷിച്ചു വരുന്നു. ലോകത്തിലെ വിവിധ ബീച്ചുകളിൽ വർദ്ധിച്ചുവരുന്ന മലിനീകരണത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനായാണ് ഇന്ത്യൻ ഓയിൽ സഹകരണവുമായി ഏകോപിപ്പിച്ചുകൊണ്ട് ഫോർട്ട് കൊച്ചി, വൈപ്പിൻ, കുഴുപ്പള്ളി, ചെറായി എന്നിവിടങ്ങളിൽ തീരദേശ ശുചീകരണ യജ്ഞം നടത്തിയത്. പെട്രോളിയം, പ്രകൃതിവാതകം, ടൂറിസം വകുപ്പ് മന്ത്രി സുരേഷ് ഗോപി ഫോർട്ട് കൊച്ചിയിലും കുഴുപ്പള്ളി ബീച്ചിലും തീരദേശ ശുചീകരണ യജ്ഞം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു. സ്വച്ഛത എന്ന ഈ പദ്ധതിയുമായി കഴിഞ്ഞ 17-ാം തീയതി മുതൽ കേരളത്തിലെ, ഭാരതത്തിലെയും ലോകത്ത് തന്നെ ഭാരതീയരുടെ നേതൃത്വത്തിൽ ഗംഭീരമായ ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഭൂമിക്കുള്ള അർച്ചനയാണ്, സമർപ്പണമാണ്. നമ്മളെ താങ്ങി നിർത്തുന്നതിന്, നമുക്ക് ജനിച്ച് വീണുപോയി എന്ന ഒരൊറ്റ ഉത്തരവാദിത്വം കൊണ്ട് നമ്മളെ താങ്ങി നിർത്തുന്ന അമ്മയ്ക്കുള്ള നന്ദി പ്രകടനമാണ് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഭാരതീയർ രാഷ്ട്രീയത്തിനും മതത്തിനും എല്ലാം അതീതമായി അമ്മയെ നമ്മൾ വണങ്ങുന്നുണ്ടെങ്കിൽ ഭൂമി എന്ന ബൃഹത്തായ അമ്മയും നമ്മൾ വണങ്ങുന്നു എന്ന് വീണ്ടും പ്രതിജ്ഞാബദ്ധതയോടെ സ്ഥാപിച്ചെടുക്കുന്ന പ്രവർത്തനങ്ങളിൽ എല്ലാവർക്കും മുഴുകിച്ചേരാം. ഹൃദയപൂർവമായി ഇത് ചെയ്ത് വലിയ ഒരു സന്ദേശം. സ്വച്ഛത എന്ന് പറയുമ്പോൾ തന്നെ അതിൽ ദൈവീകതയുമുണ്ട്. ആംഗ്ലേയ ഭാഷയിൽ പറയുന്നത് ക്ലെൻലിനെസ് is next to godliness. This is a divine act. സിനിമയിലൊക്കെ പറയുന്ന ഡയലോഗിലൊക്കെ ആരുടെയും അല്ല എന്ന് പറയത്തില്ലേ, നമ്മുടെ എല്ലാമാണ്. നമ്മുടെ എല്ലാം അപ്പനമ്മമാരുടെയും, നമുക്ക് ഒരുപക്ഷെ തണലൊരുക്കുന്ന മരങ്ങളുടെയും അതിൻ്റെ വേരുകളുടെയും, മണ്ണിനടിയിലും മണ്ണിന് തലത്തിലും മണ്ണിൻ്റെ തലത്തിലും ജീവിക്കുന്ന എല്ലാ വിഭാഗത്തിലുള്ള ജീവനില്ലാത്തതായ വസ്തുക്കളുടെയും അവകാശമാണ്. അത് നമുക്ക് ശുദ്ധമായി കാത്തു സൂക്ഷിക്കാം. നമ്മുടെ സമുദ്രങ്ങളുടെയും ബീച്ചുകളുടെയും സംരക്ഷണം പ്രാപ്തമാക്കുന്നതിന് തീരപ്രദേശം വൃത്തിയായി സൂക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അദ്ദേഹം എടുത്തു പറഞ്ഞു. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ്, IOC, മറ്റ് സംസ്ഥാന കേന്ദ്ര സർക്കാർ സംഘടനകളിലെ അംഗങ്ങൾ, NCC, NSS, വിവിധ സ്കൂളുകൾ, കോളേജുകൾ, NGOകൾ, കോസ്റ്റൽ പോലീസ്, കേരള പോലീസ് എന്നിവിടങ്ങളിൽ നിന്നുള്ളവർ സജീവമായി ശുചീകരണ യജ്ഞത്തിൽ പങ്കെടുത്തു. മെച്ചപ്പെട്ട പരിസ്ഥിതി, ചപ്പുചവറുകൾ രഹിത ചുറ്റുപാടുകൾ, മൊത്തത്തിലുള്ള ആരോഗ്യകരമായ ജീവിതത്തിൽ അവ ചെലുത്തുന്ന സ്വാധീനം എന്നിവയ്ക്കായി വൃത്തിയുള്ള ബീച്ചുകളുടെയും ചുറ്റുപാടുകളുടെയും ആവശ്യകതയെക്കുറിച്ച് പങ്കെടുത്തവരെ ബോധവൽക്കരിച്ചു. തീരദേശ ശുചീകരണത്തിന്റെ ഭാഗമായി 1800 കിലോ മാലിന്യം ശേഖരിച്ചു. ചവറ്റുകുട്ടയും അവശിഷ്ടങ്ങളും ഡ്രൈവിനിടെ പങ്കെടുത്തവർ ശേഖരിച്ച് കൊച്ചിൻ കോർപ്പറേഷൻ മാലിന്യം തള്ളുന്ന സ്ഥലത്തേക്ക് മാറ്റി. The basic idea of this international coastal cleanup is to create an awareness among our generation and keep the oceans and preserve it from littering and make it much more healthier and sanitized for the future generations to uphold. ന്യൂസ് ബ്യൂറോ, കൊച്ചി. റിങ്ങുകൾ 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ 9,000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ, കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,